വിസ്മയ കാഴ്ചയൊരുക്കി എടത്തിരുത്തിയിൽ ചെണ്ടുമല്ലിപ്പാടം. വാർത്തകളിലേക്ക് വിശദമായി. കയ്പമംഗലം 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. കയ്പമംഗലം വഴിയമ്പലം കുറ്റിക്കാട്ട് ക്ഷേത്രത്തിന് സമീപം കളപ്പുരയ്ക്കൽ സൂരജിന്റെ ഭാര്യ ഐശ്വര്യയാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു മരണം. 3 പീടിക തെക്കേ ബസ് സ്റ്റോപ്പിന് അടുത്തായിരുന്നു അപകടം നടന്നത്. കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറിയുടെ പിൻവശം സ്കൂട്ടറിൽ തട്ടിയായിരുന്നു അപകടം. സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ ഐശ്വര്യയുടെ ദേഹത്ത് ലോറിയുടെ ടയർ കയറിയിറങ്ങുകയായിരുന്നു. സ്കൂട്ടറിൽ ഐശ്വര്യയുടെ കൂടെയുണ്ടായിരുന്ന ഭർത്തൃപിതാവ് മോഹനനും പരിക്കേറ്റിരുന്നു. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശങ്കര ജലോത്സവത്തിന് കൊടിയേറി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കൊടിയേറ്റ് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, മറ്റ് ജനപ്രതിനിധികൾ, സംഘാടകരായ KV വിനോദൻ, BN സുർജിത്ത്, BK കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് അത്തം ഘോഷയാത്ര, 31-ന് വൈകിട്ട് 6-ന് വടംവലി, 1-ന് പൂക്കള മത്സരം, 2-ന് തിരുവാതിരക്കളി, 3-ന് ഗാനമേള, 4-ന് നാടൻപാട്ട്, 5-ന് ഗാനമേള എന്നിവ ഉണ്ടാകും. സെപ്റ്റംബർ 6-നാണ് ജലോത്സവം. കേരളത്തിൽ തന്നെ പഴക്കമാർന്ന ഒരു ജലോത്സവമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ജലോത്സവമാണ്. ഇതിലെ വിജയികൾ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് നൽകി വരുന്നത്. അപ്പോൾ ഈ വർഷം എല്ലാ വർഷവും നടക്കുന്നത് 2 നാളിലാണ് നടക്കുന്നത്. സെപ്റ്റംബർ 6-നാണ് ഈ വർഷത്തെ ജലോത്സവം നടക്കുന്നത്. അപ്പോൾ ജില്ലാ പഞ്ചായത്തും മറ്റെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. എന്തായാലും ഇതിന് എല്ലാവിധ ആശംസകളും നൽകി. BJP അന്തിക്കാട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അന്തിക്കാട് സെന്ററിൽ റോയൽ ആർക്കേഡ് ബിൽഡിംഗിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാഖി പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു അണ്ടേഴത്ത്, നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗോകുൽ കരിപ്പിള്ളി, സേവ്യൻ പള്ളത്ത്, ഭഗീഷ് പൂരാടൻ, EP ജാൻസി, റിനി കൃഷ്ണപ്രസാദ്, VS സുനിൽ ദത്ത്, ഷാജൻ പള്ളിയിൽ എന്നിവർ സംസാരിച്ചു. ചില ആളുകൾ ചോദിച്ചു വാങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അത് തടുക്കാൻ സാധ്യമല്ല. തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഒരാളെ കുത്തി നോവിക്കുന്നത് ശരിയല്ല, ശവത്തിൽ കുത്തുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളങ്ങനെ ചെയ്യുന്ന ആളുകളുമല്ല. പക്ഷെ അത് ചെയ്യിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചാൽ പിന്നെ ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? MM മണി ഇവിടെ നേരത്തെ പറഞ്ഞു. MM മണി പറഞ്ഞതാണ് ഇതിന്റെ കാര്യം. തോറ്റു എന്ന് അംഗീകരിച്ച് ഇരിക്കുക, അതല്ലാതെ മണഗുണവർത്താനം പറയുക എന്നുള്ളതല്ല. പക്ഷെ അത് 1 കൊല്ലം കഴിഞ്ഞിട്ടും ഈ കരച്ചിൽ നിൽക്കണ്ടേ? പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഒരാളെന്നോട് പറഞ്ഞു, ആകാശദൂത് സിനിമ കണ്ടിട്ട് പോലും ഒരാൾ ഇതുപോലെ കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കരയിപ്പിച്ചൊരു സിനിമയാണ് ആകാശദൂത്. നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളുകളാണ്. നെഞ്ചത്തടിച്ച് കരയാണ്, കരച്ചിലാണ് ഫുള്ള്. പക്ഷെ ഇതൊന്നുമല്ല, ഇത് അതിനേക്കാളൊക്കെ അപ്പുറമാണ്. നമ്മൾ വിചാരിച്ചൊരു 4 ദിവസം കഴിഞ്ഞാൽ നിർത്തും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിർത്തും. ഇതിപ്പോ മാസവും കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, പക്ഷെ കരച്ചിൽ ഒരു ശമനവുമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഭാരതീയ ജനതാ പാർട്ടി എന്തായാലും ഇതിനൊക്കെ മറുപടി പറയണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അന്തിക്കാട് നിന്ന് തന്നെ, ഈ കുത്തിത്തിരിപ്പുകാരൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഇതിന് മറുപടി പറഞ്ഞു തുടങ്ങാം എന്ന് നമ്മൾ തീരുമാനിച്ചത്. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് നന്ദൻ തിരുമേനി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രീഹരി സഹകാർമ്മികനായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തെടുത്ത്, സെക്രട്ടറി ഹരിദാസ് ആലയ്ക്കൽ, ഖജാൻജി K കൃഷ്ണമൂർത്തി, വൈസ് പ്രസിഡന്റുമാരായ ഗൗരി, പാറൻകുട്ടി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, ശോഭന രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി.
മണലൂർ ഗ്രാമപഞ്ചായത്തിലെ കണ്ടശങ്കടവ് താനാപ്പാടം സ്വദേശി അജീഷിന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി വേണ്ടത് കാരുണ്യത്തിന്റെ കൈത്താങ്ങ്. ഇരുവൃക്കകളും തകരാറിലായ അജീഷിന്റെ ജീവൻ രക്ഷിക്കാൻ നാട് ഒരുമിക്കുകയാണ്. കാരമുക്ക് കുറ്റൂക്കാരൻ ഓഡിറ്റോറിയത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത രാമചന്ദ്രൻ ചെയർമാനായും സജീവൻ താനാപ്പാടം ജനറൽ കൺവീനറായും അരവിന്ദാക്ഷൻ ട്രഷററായും നിലവിലുള്ള അജീഷ് ചികിത്സാ സഹായ സമിതി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. കണ്ടശങ്കടവ് താനാപ്പാടം കുറുപ്പൻ വീട്ടിൽ ഷൺമുഖന്റെ മകൻ 30 വയസ്സുള്ള അജീഷിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സയ്ക്കും വേണ്ടിവരുന്ന 35 ലക്ഷം രൂപ കണ്ടെത്തുവാനും യോഗം തീരുമാനിച്ചു. ഒക്ടോബർ 31-നാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുന്ന അജീഷിന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ, നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് ചുമതലക്കാരനായിട്ട് ജോയ്മൽ പള്ളിക്കുന്നത്ത് തുടരണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഒക്ടോബർ 31 മുമ്പ് അജീഷിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണം എന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് 35 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈ 31-നകം തിരിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വ്യക്തികളെ, സ്ഥാപനങ്ങളെ, അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഓൺലൈനിലൂടെയുള്ള ക്യാമ്പയിനാണ്. മണലൂർ തുള്ളൽ കളരിയും ഗുരുവായൂർ സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മകൾക്കൊരു മരം പദ്ധതിയുടെ ഭാഗമായി 150ഓളം ചന്ദന വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമിജി ഡോക്ടർ ഹരിനാരായണൻ തൈകൾ കൈമാറി. അമ്മയ്ക്കൊന്നും കൊടുക്കരുതെന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്കൊന്നും കൊടുക്കണ്ടല്ലോ. പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. കാരണം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എടുക്കാനുള്ള അവകാശം അമ്മയ്ക്കുള്ളത്. അമ്മ എടുത്തതിന് ശേഷം ഉപയോഗിക്കാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം അത്രയധികം സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ സ്ത്രീക്ക് ഭാരതത്തിലുള്ളത്. അമ്മയ്ക്കൊന്നും കൊടുക്കല്ല വേണ്ടത്, അമ്മ എടുത്തതിൻ്റെ ബാക്കിയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് മകളെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് മകൾക്കൊരു മരം എന്നുള്ള രീതിയിൽ ചന്ദന മരം നമ്മൾ നൽകുന്നത്. തുള്ളൽ കളരി പ്രധാനാധ്യാപകൻ മണലൂർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. രാകേഷ് കണിയാമ്പറമ്പിൽ പദ്ധതി വിശദീകരണം നടത്തി. മണലൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക EL ജോസി, ബബിൽ മാഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ 6ഓളം സ്കൂൾ കുട്ടികൾ ചന്ദന തൈകൾ ഏറ്റുവാങ്ങി. തുടർന്ന് ഗോകുലം സ്കൂൾ വിദ്യാർത്ഥികളുടെ നൃത്തശില്പവും ഓട്ടംതുള്ളലും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്ക് ഒഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടിന്റെ ഈ മാസത്തെ ഓണറേറിയം തീരദേശത്ത് ആദ്യമായി ലക്ഷദ്വീപ് നടക്കുന്ന തളിക്കുളം ചിലങ്ക ബീച്ച് ആലിങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിന് നൽകി. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് AC പ്രേമാനന്ദൻ, ക്ഷേത്രം തന്ത്രി സന്തോഷ്, തേജസ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ, സെക്രട്ടറി AK വാസുദേവൻ, CM നൌഷാദ്, AP രത്നാകരൻ, പഴങ്ങാമ്പറമ്പ് മന ദിവാകരൻ തന്ത്രി, PR സോംദേവ് എന്നിവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഇതുൾപ്പെടെയുള്ള ഭഗീഷ് പൂരാടിന്റെ 57 ഓണറേറിയവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. ഈ മാസത്തെ എൻ്റെ ഓണറേറിയം ശ്രീ ആലുങ്ങൽ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിന് നൽകുകയുണ്ടായി. നമ്മുടെ ഈ തീരദേശത്ത് ആദ്യമായി ഒരു ലക്ഷദീപാർച്ചന നടക്കുകയാണ്. ആ ഒരു സൽപ്രവൃത്തിയിലേക്കാണ് എൻ്റെ ഈ മാസത്തെ ഓണറേറിയം നൽകിയിരിക്കുന്നത്. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ അധ്യക്ഷനായി. KB ഹംസ, ബാങ്ക് ഡയറക്ടർ UK ഗോപാലൻ, ബാങ്ക് സെക്രട്ടറി TD സുമി, ഭരണസമിതി അംഗങ്ങളായ ജ്യോതി മാറാട്ട്, ജീജ ഉണ്ണികൃഷ്ണൻ, സിമി ജിനോയ്, അനന്തു രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 29 തരം സാധനങ്ങളാണ് വിപണിയിൽ നൽകുന്നത്. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ ഓണ വിപണി എന്ന് പറയുന്ന നമ്മുടെ വിപണന മേള ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും പറയാം, പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാണം വിറ്റ് ഓണം ഉണ്ണുക എന്നുള്ളത്. കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ഓണം കൃത്യമായിട്ട് അത് നടത്തിക്കൊണ്ടു പോകാനുള്ള മനസ്സും അതിനുള്ള സാമ്പത്തിക സ്വരൂപിക്കലുമൊക്കെ ഉള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇന്ന് അത്തമാണ്. അത്തം മുതൽ 10 ദിവസക്കാലം വരെ പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്ത ആരംഭിച്ചു.
ഈശൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കൺവീനർ സിബിൻ സി ബാബു PR സുശീലയ്ക്ക് നൽകി വിൽപ്പന ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 4 വരെ ചന്ത 3 വിൽപ്പന കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. ബാങ്ക് സെയിൽസ് കൗണ്ടറിന് പുറമെ ചെമ്മാപ്പള്ളി, വാളമുക്ക് എന്നീ കേന്ദ്രങ്ങളിലും വിൽപ്പന കൗണ്ടർ പ്രവർത്തിക്കും. യോഗത്തിൽ സീനത്ത് മുഹമ്മദ് അലി, സിജോ പുലിക്കോട്ടിൽ, MV മുകേഷ്, TV മദനമോഹനൻ, BM കരീം, PJ ഷൈനി, സോമശേഖരൻ, ചന്ദ്രൻ, പോൾ, പ്രദീപ്, സുരേഷ് ബാബു, പൊന്നമ്പലത്ത്, തങ്കമണി ശശിധരൻ, ഷീജ ഭരതൻ, രചന, TR പ്രകാശൻ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി ചെണ്ടുമല്ലിപ്പാടം. എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രത്തിലാണ് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. സീഡ് ഫാമിലെ ജീവനക്കാരാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നേട്ടം കൊയ്തത്. എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രത്തിനോട് ചേർന്ന സ്ഥലത്ത് മത്സ്യം വളർത്തുന്ന കുളത്തിന് ചുറ്റുമാണ് പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത്. 2000 ഗ്രോ ബാഗുകളിലായാണ് ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത്. സീഡ് ഫാമിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തൊഴിലാളികളാണ് ചെണ്ടുമല്ലി നട്ടുവളർത്തിയത്. കുളത്തിന് ചുറ്റും ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത് നയനമനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുൺ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇത്രയും മനോഹരമായി ഈ കുളത്തിന് ചുറ്റും കൂടി ചെണ്ടുമല്ലി കൃഷി ചെയ്ത പ്രതീഷിനെയും അതേമാതിരി നമ്മുടെ സൂപ്രണ്ടിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിന് സഹകരിച്ച നമ്മുടെ സ്റ്റാഫുണ്ട്, ഇവിടെ ഒരുപാട് വനിതകളുണ്ട്. അവരൊക്കെ വളരെ ഭാവനയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇത്ര മനോഹരമായിട്ട് കണ്ടിട്ട് എനിക്ക് വീണ്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ഭംഗിയാണ്. ചെണ്ടുമല്ലിയൊക്കെ വളരെ വലിപ്പമുള്ള ചെണ്ടുമല്ലിയാണ് പൂത്തു നിൽക്കുന്നത്. വിപണനം നടത്തുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനു മുൻപും ഇവിടെ ഫാമിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരുന്നു. എള്ള്, തിന, ചോളം, പുല്ല്, കോറ എന്ന് പറയും. അങ്ങനെ ഒരുപാട് തരം കൃഷികൾ നമ്മുടെ പ്രതീക്ഷ കൃഷി ഇവിടെ ചെയ്താണ്. അപ്പോൾ പ്രതീക്ഷിനെ എന്തായാലും ഇവിടെ തന്നെ നിർത്തി നമ്മുടെ എടത്തിരുത്തി ഫാം തൃശ്ശൂർ ജില്ലയിൽ 9 ഫാമുകൾ ഏറ്റവും നല്ല ഫാമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മൾക്ക് നടത്തണം. സീനിയർ കൃഷി ഓഫീസർ എസ് മിനി, കൃഷി അസിസ്റ്റന്റ് B പ്രതീഷ്, മറ്റു ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലപ്പാട് ബാബുൽ ഉലും മദ്രസയിൽ നബിദിനാഘോഷത്തിന് തുടക്കമായി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മഹല്ല് ഖത്തീബ് റഫീഖ് ഹാസിമിയുടെ പ്രാർത്ഥനയോടെ മഹല്ല് പ്രസിഡന്റ് BK സുലൈമാൻ ഖാജി പതാക ഉയർത്തി. തുടർന്ന് നബിദിന വിളംബര റാലി നടത്തി. മഹല്ല് ജനറൽ സെക്രട്ടറി PI നസീർ, വൈസ് പ്രസിഡന്റ് NM ഷെരീഫ്, ജോയിന്റ് സെക്രട്ടറിമാരായ KA അയൂബ്, PA ഷാജഹാൻ, ട്രഷറർ PS ഷഹീൻ, കമ്മിറ്റി ഭാരവാഹികളായ ഷെരീഫ് പാണ്ടികശാല, CK ഷംസുദ്ദീൻ, KK ഹനീഫ, BI അബൂ താലിഖ്, KP മുഹമ്മദ് അലി, ഉസ്താദുമാരായ ഷിഹാബുദ്ദീൻ റഹ്മാനി, അബ്ദുൽ സലാം യാക്കൂബ്, ഷഹനാസ്, അബ്ദുൽ ജബ്ബാർ, മദ്രസ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. മധുര വിതരണവും നടത്തി. അന്യം നിന്നുപോയ കുടിൽ വ്യവസായങ്ങളെ അധികരിച്ച് നടത്തിയ ഗവേഷണത്തിലൂടെ ഡോക്ടറേറ്റ് സ്വന്തമാക്കി പെരിഞ്ഞനം സ്വദേശിനി ചിഞ്ചു ചന്ദ്രൻ. ഗ്രാമീണ മനുഷ്യരുടെ ഉപജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും അടയാളമായിരുന്ന കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് 5 വർഷം നീണ്ടുനിന്ന പഠനത്തിനൊടുവിലാണ് ചിഞ്ചു കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത്. കുടിൽ വ്യവസായ മേഖലയിൽ സഹകരണ സംഘങ്ങൾ ഇടപെടാൻ തുടങ്ങിയത് ഈ വ്യവസായങ്ങൾക്ക് പുതുജീവനാണ് നൽകിയത്. സഹകരണ വ്യവസായത്തിന്റെ വിജയ സാധ്യതകളിൽ ഉടമസ്ഥരുടെയും തൊഴിലാളികളുടെയും പങ്ക്, അത് നാടിന്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്കായി നടത്തുന്ന ഇടപെടലുകൾ, അതിന്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങിയവയായിരുന്നു പഠനത്തിനായി തിരഞ്ഞെടുത്തത്. റിസർച്ച് ഗൈഡ് ഡോക്ടർ S രജിതകുമാറിന്റെ കീഴിലായിരുന്നു ഗവേഷണം. കൈത്തറി വ്യവസായത്തെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവും ബാലരാമപുരം, ചേന്ദമംഗലം, കുത്താമ്പുള്ളി, കണ്ണൂർ മേഖലകളിലെ കൈത്തറി സഹകരണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടത്തിയത്. കയർ വ്യവസായത്തിനെ സംബന്ധിച്ച് ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, വെള്ളാങ്ങല്ലൂർ പ്രദേശങ്ങളിലെ കയർ ഉൽപാദന സംഘങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തി. മൂന്നുപടിക ബീച്ച് റോഡിൽ ശാർക്കര ചന്ദ്രന്റെയും സിന്ധുവിന്റെയും മകളായ ചിഞ്ചുവിന്റെ ഭർത്താവ്
ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായ സബിനാണ്. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി വരദയാണ് മകൾ. വാടനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണിക്ക് ബുധനാഴ്ച തുടക്കമാകും. ബാങ്ക് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വായിക്കാട്ടിൽ അധ്യക്ഷനാകും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ആദ്യ വിൽപ്പന നിർവഹിക്കും. അന്തിക്കാട് KGM LP സ്കൂളിൽ സ്പോർട്സ് ഫെസ്റ്റ് 2025 വർണ്ണശബളമായി നടത്തി. കേരള പോലീസ് ടീം ക്യാപ്റ്റനും നാഷണൽ ബാസ്കറ്റ്ബോൾ മെമ്പറുമായ സബ് ഇൻസ്പെക്ടർ ജിയോ ജോൺ യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് GOP ജോർജ് അധ്യക്ഷനായി. ഹൈസ്കൂൾ കായിക അധ്യാപകൻ ശ്രീഹരി മുഖ്യാതിഥിയായിരുന്നു. പ്രധാന അധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രീൻ, ബ്ലൂ, റെഡ്, യെല്ലോ ഹൗസുകൾ തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടന്നു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രഷിദ ജിജോയ്, അജീഷ അൻവർ, ദേവി, MPTA പ്രസിഡന്റ് സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. കായിക ബലത്തോടുകൂടി വരുന്ന ഒരാളാണ്. സ്പോർട്സിനോട് നമുക്ക് ജോലി നേടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും നമുക്ക് പഠനത്തിൽ ഒത്തിരി വിജയങ്ങളെത്താനും സ്പോർട്സ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ലോകപരമായിട്ടുള്ള പല പഠനങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 27 മണിക്കൂറെങ്കിലും നമ്മൾ കായിക ക്ലാസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ജോലിപ്പിക്കുന്ന KGM LP സ്കൂൾ ഇന്നും തന്നെയാണ്. ഞാൻ പറയുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പ് ആക്സ് വാടനപ്പള്ളി ബ്രാഞ്ചിന്റെ 10ാം വാർഷികവും പുതിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഈ മാസം 28 വൈകിട്ട് 4 വാടനപ്പള്ളി സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുരളി പെരുന്നെല്ലി MLA പുതിയ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം നിർവഹിക്കും. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ SK ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ആക്സ് സെക്രട്ടറി മേയർ MK വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. ആക്സ് വാടനപ്പള്ളി പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ, സെക്രട്ടറി മണികണ്ഠൻ മാത്തുക്കാട്ടിൽ, ട്രഷറർ ജോസ് TL, കൺവീനർ തോമസ് PJ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നമ്മൾ 26 ലക്ഷം രൂപയുടെ മേലെ ചെലവ് ചെയ്തിട്ട് പുതിയ വണ്ടി ഇറക്കിയിരിക്കുകയാണ്. KSFE അവരുടെ CSR ഫണ്ടിൽ നിന്നാണ് ഈ സംഖ്യ നമുക്ക് ലഭ്യമാക്കിയത്. അതിനുവേണ്ടി ഞങ്ങൾ നമ്മുടെ ബ്രാഞ്ച് പോലും അറിയാതെ പ്രവർത്തിച്ച കുറച്ച് സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളോട് സത്യത്തിൽ ഞങ്ങൾ ഈ സമയം വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ഓണാഘോഷം സംഘടിപ്പിച്ചു. അത്തംനാളിൽ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് KS സീൻകുമാർ അധ്യക്ഷനായി. ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സോൺ ചെയർപേഴ്സൺ PB സുനിൽകുമാർ, സെക്രട്ടറി റലീഷ് രവീന്ദ്രൻ, ഷാജി ഒല്ലേക്കാട്ട്, സാന്ത്വനം മാനേജിംഗ് ട്രസ്റ്റി MP ഷാജി, റെജി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് സദ്യയും ഉണ്ടായിരുന്നു. ലയൺ മെമ്പർമാരായ OM ബിജു, MB ബിജിത്ത്, MB ബാലകൃഷ്ണൻ, KK മദനൻ, മോഹൻ റോയ്, സുപ്രിയ മോഹൻ റോയ്, ബിനോയ് മാടമ്പത്ത്, സുരേഷ് ബാബു, KD അനിൽകുമാർ, ലിനി ഷാജി, ജിഷ, സുരേഷ് ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷാജി ഒല്ലേക്കാട്ട്, ലിനി ഷാജി എന്നിവരാണ് പരിപാടികൾ സ്പോൺസർ ചെയ്തത്. അതുപോലെ തന്നെ എന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ്. ഞങ്ങളുടെ എന്ത് ചാരിറ്റി പ്രവർത്തനത്തിലും ആദ്യം മുന്നിൽ നമുക്ക് വരുന്ന പേരാണ് സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂൾ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കര ഷാജിക്ക് എത്ര നന്ദി പറഞ്ഞാലും മനസ്സുകൊണ്ട് എത്ര നമ്മൾ അദ്ദേഹത്തെ അനുഭവിച്ചാലും നമുക്ക് സാധിക്കുന്നതല്ല. നമുക്ക് സാധിക്കാൻ പറ്റാത്തൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്ന ഷാജിയെ എന്റെ മനസ്സിലുണ്ട്. അതുപോലെ ഞങ്ങളുടെ ലയൺസ് ക്ലബിന് വേണ്ടി ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യം, അന്ധത നിവാരണ സൊസൈറ്റി, ആരോഗ്യ കേരളം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നേത്രദാന പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം ആലപ്പാട് ശ്രീനാരായണ ഹാളിൽ നടന്നു.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ സമ്മതപത്രം സ്വീകരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി TP വിഷയാവതരണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വാർഡ് മെമ്പർ വിനീത ബെന്നി, DMO ഡെപ്യൂട്ടി ഡോക്ടർ ഷീജ NA, സൂപ്രണ്ട് ഡോക്ടർ മിനി PM എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ ആശുപത്രി ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ രഘു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് നേത്രപരിശോധന ക്യാമ്പ്, നേത്രസംബന്ധമായ പ്രദർശനം, കലാപരിപാടികൾ എന്നിവ നടന്നു. നേത്രദാനത്തെക്കുറിച്ചും നേത്രപടല അന്ധതയെക്കുറിച്ചും കാഴ്ച വൈകല്യങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികളും ഉൾപ്പെടെ പരിപാടികളാണ് നമ്മുടെ ജില്ലാ തലത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, നേത്രദാനം മഹാദാനം എന്ന ആ ആത്മവാക്യം മറ്റ് ഏറ്റവും മികച്ച ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നമ്മളെല്ലാം ഈ ഭൂമിയിൽ എല്ലാം കണ്ടും കേട്ടും എല്ലാം ജീവിച്ചു വരുന്നവരാണ്. ഇപ്പം ഇത്തരം കാര്യങ്ങളൊന്നും കാണാത്ത ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ സഹജീവികൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിച്ചു വരുന്നത്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. 3 പീടികയിൽ ടാങ്കർ ലോറി സ്കൂട്ടറിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവതി മരിച്ചു. കണ്ടശങ്കടവ് ജലോത്സവത്തിന് കൊടിയേറി. വിസ്മയ കാഴ്ചയൊരുക്കി എടത്തിരുത്തിയിൽ ചെണ്ടുമല്ലിപ്പാടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.